ഹൃദ്രോഗം വ്യാപിക്കുന്നു. ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ 1,50,000-ൽ പരം കുഞ്ഞുങ്ങൾ ഹൃദ്രോഗികളായി ജനിക്കുന്നു എന്നാണ് കണക്ക്. കിഡ്നി രോഗത്തിന്റെ കണക്ക് പറയണ്ട. കിഡ്നി രോഗത്തിന്റെ കണക്ക് പറയാതിരിക്കുന്നത് നല്ലത്. സ്ഥിരമായി ജ്യൂസ് കുടിക്കുന്ന ആളുകളൊക്കെ ഒരു ഡയാലിസിസ് സെന്റർ കൂടി കണ്ടുവെക്കുക. സ്ഥിരമായി ജ്യൂസില്ലേ, അത് കുടിക്കുന്നവർ ഒരു ഡയാലിസിസ് സെന്ററിന്റെ മുതലാളിനെ പരിചയപ്പെടുന്നത് നല്ലതാ. ഇപ്പോഴേ സൗഹൃദാക്കിയ വലിയ പൈസ വാങ്ങൂലല്ലോ ഇത് ചെയ്യാൻ. 25 കൊല്ലത്തിനിപ്പുറം ഏറ്റവും രൂക്ഷമായി വന്നൊരു പ്രശ്നമാണ് കിഡ്നി ഫെയിലേഴ്സ്. കേരളത്തിലൊക്കെ മിക്ക സ്ഥലത്ത് തന്നെ പ്രശ്നം. നാദാപുരത്തിനടുത്ത് വാണിമേൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ എടുത്ത് വയലിന് പോയി 4 ദിവസം മുമ്പ് വയല് പറയാൻ പോയി രാത്രി. അവിടുത്തെ വാർഡ് മെമ്പറായ ഒരാൾ എന്നോട് പറഞ്ഞത് ഈ മഹലിൽ, ഈ ചെറിയ മഹലിൽ മാത്രം 25 കിഡ്നി രോഗികളുണ്ട്. ജെട്ടിപ്പോയി പ്രിയപ്പെട്ടവരെ. 4 പുരുഷായുസ് ജീവിക്കാൻ മാത്രം കപ്പാസിറ്റിയുള്ള അവയവമാണ് കിഡ്നി. ആ കിഡ്നിക്കൊക്കെ തകർച്ച വരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കളറുകൾ ചേർന്ന, നിറങ്ങൾ ചേർന്ന, രുചിക്ക് വേണ്ടി മായങ്ങൾ കലർന്ന ഭക്ഷണങ്ങളോടുള്ള താല്പര്യം വർദ്ധിച്ച മനുഷ്യന്മാർ അവസാനം ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. ഡോക്ടർ പറയാ 2 ഗ്ലാസ് വെള്ളേ കുടിക്കാവൂ ദിവസം. ഈ ചൂട് കൂടിയ കാലഘട്ടത്തിൽ നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ സമുദായത്തിന്റെ കാവൽക്കാരായ ഉലമാക്കൾ ആലോചിക്കണം. നിങ്ങളുടെ ദുആ ആണ് ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത്. നിങ്ങളാണ് ഈ ഉമ്മത്തിനു വേണ്ടി ഐസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ എന്ന് ദുആ ചെയ്യുന്നവർ. നിങ്ങൾക്ക് മാത്രമേ ഈ ഉമ്മത്തിനെ ഇസ്സത്തിലാക്കാൻ കഴിയൂ. ഇത് ഉലമാക്കൾ ഗൗരവമുള്ളവരാകാൻ വേണ്ടി പറയാ. നിങ്ങൾ ഈ ഉമ്മത്തിന്റെ കാവൽക്കാരാണ്. നിങ്ങൾ ഈ ഉമ്മത്തിന്റെ കാവൽക്കാരാണ്. നിങ്ങൾക്ക് മാത്രമേ ഈ പദവിയിൽ ഇരിക്കാൻ കഴിയൂ. നിങ്ങളുടെ കയ്യിലാണ് ഖുർആൻ. നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ വാരിഥികളാ. ഹരീസുൻ അലൈക്കും. നിങ്ങൾ മനുഷ്യന്മാരുടെ കാര്യത്തിൽ വെറിയും അലച്ചയും അനുകമ്പയും വാത്സല്യവും തുളുമ്പുന്നയാളാവണം. ഒരു മനുഷ്യനും വേദനയുണ്ടാവരുത്, ഒരു മനുഷ്യനും ദുരിതത്തിലാവരുത്, ഒരു മനുഷ്യനും ശാരീരികമായി മാനസികമായി തളരരുത് എന്ന് തീരുമാനിക്കേണ്ടവർ ഉലമാക്കളാ. അവർക്കേ അതിന് കഴിയൂ പ്രിയപ്പെട്ടവരെ, അവർക്കേ കഴിയൂ. നിങ്ങളാണ് ഇതിന്റെ അജണ്ട തീരുമാനിക്കേണ്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, ആയുസ് ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ മഹലിലെ ഇപ്പൊ 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ 20 വയസ്സൊക്കെ ആകുന്നതിന് മുമ്പ് മിക്കവാറും കിഡ്നി രോഗികളാവാൻ സാധ്യതയുണ്ട്, ക്യാൻസർ രോഗികളാവാൻ സാധ്യതയുണ്ട്. ആയുസ് ബാക്കിയുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് ഓർമ്മിക്കണം. നിങ്ങളുടെ മഹലിലെ 10 വയസ്സുള്ള കുട്ടികളെ നിങ്ങൾ നോട്ട് ചെയ്യണം. അതിമാരകമായ വിഷകലർന്ന ബിസ്ക്കറ്റുകൾ, ചോക്ലേറ്റുകൾ, ഐസ്ക്രീമുകൾ, ചില ഫ്ലേവറുകൾ, ഭക്ഷണത്തിൽ ടേസ്റ്റ് ചേർക്കാനുള്ള ചില ഫ്ലേവറുകൾ. ഗൾഫ് രാജ്യത്തൊക്കെ കഥ എന്താണ്? എല്ലാത്തിനും പൾപ്പ. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവൂലേ? അല്ലേ, മനസ്സിലായില്ലേ? ജ്യൂസിന് പറഞ്ഞാല് എന്തായാലും പറയാ. ഇവിടെ പ്രത്യേക പേരുണ്ടോ? ഇതാണ് ജ്യൂസ് അടിച്ച് ചേരുന്നത്. നമ്മുടെ നാട്ടിൽ ഷെയ്ക്ക് എന്നാ പറയാ. ഇവിടെ എന്താ പറയാ? ഷെയ്ക്കിന് വയസ്സെന്ന് അർത്ഥമുണ്ട് കേട്ടാ. ഉണ്ടാ? വയസ്സെന്ന് അർത്ഥമില്ലേ? ഷെയ്ഖിന് വയസ്സെന്ന് പറഞ്ഞൂടെ? പറ്റൂലേ? പറ്റുന്നു. വേഗം വയസ്സാവും. അവിടെ ഷാജ ഷെയ്ഖ്, മറ്റെന്തത് ചിക്കു ഷെയ്ഖ്, എന്തെല്ലാം ഷെയ്ഖാന്ന്. നമ്മള് പഴയ കാലത്തെ മുനന്മാർ പറയുന്ന ഷെയ്ഖന്മാരൊക്കെ വലിയ വലിയ മശൈഖന്മാരാണ്. ഇപ്പോഴത്തെ ഷെയ്ഖ് നിങ്ങളെല്ലാം വയസ്സന്മാരാക്കും. നിങ്ങൾ നോക്കി ഇപ്പോഴത്തെ ചെറുപ്പക്കാർ മെഡിക്കൽ ഷോപ്പിന് മുമ്പിൽ പോയിട്ട് അല്ല ആ ഗുളിക ഉണ്ട്, ഏത് ഗുളിക? ശക്തിന്റെ ഗുളിക. ഇതൊന്നും പച്ച മലയാളത്തിൽ പറയാൻ നിങ്ങളുടെ പച്ച കർണാടകയില പറയണ്ടല്ലേ? ഇവിടെ എന്താ ഭാഷ? നേരത്തെ മൂപ്പർ അനൗൺസ് ചെയ്യുമ്പോൾ ഞാനൊക്കൊന്നും മനസ്സിലാകുന്നില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു പേരെന്റെ പറഞ്ഞപ്പോൾ എനിക്ക് തിരിഞ്ഞത് എന്തോ എനിക്കിട്ട് താകുന്നതാണ്. അനൗൺസ് ചെയ്യുന്ന ആളെ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ചിലപ്പോൾ പിള്ളേരമ്മ കടലാസ് കൊടുക്കും, ഈ ഗുളിക വാങ്ങിട്ട് വാങ്ങും. പിള്ളേർക്കൊന്നും തിരിയില്ല. ശക്തിയുടെ ഗുളിക വാങ്ങാൻ മെഡിക്കൽ ഷോപ്പിൽ പോകുന്ന ആളുകളുടെ എണ്ണം കൂടി എന്ന് വെച്ചാൽ ബലഹീനന്മാരുടെ എണ്ണം കൂടി. അശല്യ എന്ന് പറഞ്ഞു നിങ്ങളെ ഭാഷയിൽ, വേറെ ആർക്കും തിരിയണ്ട. അങ്ങനെ തന്നെ ആളെണ്ണം കൂടിയിട്ടുണ്ട്. ദാമ്പത്യ കലഹങ്ങൾ വർദ്ധിക്കുകയാണ്. ചെറുപ്പക്കാർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് സർക്കാർ ഇപ്പൊ ആലോചിക്കുന്നത് പട്ടാളത്തിലേക്കൊക്കെ ആളെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ബോഡി ടെസ്റ്റ് ചെയ്യുന്നത് പോലെ ശാരീരിക ക്ഷമത പരിശോധിച്ചിട്ട് വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു നിയമം വരാൻ പോവാ. കെട്ടാനുള്ള ആരെ കണ്ട പോയി നോക്കിക്കൊള്ളിട്ടാ, അതിന് പിന്നെ ചാൻസ് കിട്ടൂല.
പെൺകുട്ടികൾ ഡൈവോഴ്സിന് വേണ്ടി കോടതിയിൽ പോകുന്നത് വർദ്ധിച്ചു. പെൺകുട്ടികൾ ഡൈവോഴ്സിന് അഭ്യർത്ഥിച്ചു കോടതിയിൽ പോകുന്നത് വർദ്ധിച്ചു. എന്തുകൊണ്ട്? മൂപ്പർക്ക് ഈ ജോലി പറ്റൂല എന്നുള്ളതുകൊണ്ട്. കമ്മിറ്റി മഹല്ലത് ചിലപ്പോൾ പിരിച്ചുവിടുവല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മൂപ്പർക്ക് ചില ജോലിയൊന്നും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പരാതിയാ ഒക്കെ ഗൗരവത്തിലെടുക്കണേ. നമ്മുടെ നാട്ടിലുള്ള ചില ഭക്ഷണങ്ങൾ പുതിയ സമൂഹത്തിന് സമ്മാനിച്ച ദുരന്തമാ പറയുന്നത്. സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, എനർജി ഡ്രിങ്ക്സുകൾ, ആവശ്യമില്ലാതെ ശരീരത്തിന് എനർജി തരുന്ന ചില ഡ്രിങ്ക്സ്. മുമ്പൊക്കെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 2 ദിവസം 3 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന ക്രിക്കറ്റ് കളിയുണ്ട്. അതിന് ടെസ്റ്റ് എന്നല്ല പറയാ. ആ സമയത്തൊക്കെ കുടിക്കുന്ന വെള്ളമാണ് ഈ പെപ്സി മിറണ്ട. 24 മണിക്കൂർ പള്ളിയിലുള്ളിൽ തന്നെ ഇരുന്നിട്ട് ഒരു ചൂടുമ്പയിൽ കൊള്ളാത്ത ഒരു മനുഷ്യർ ഇത് ഇടക്കടെ കുടിച്ചാൽ, പിള്ളേർ പറഞ്ഞ രസത്തിൽ കുടിച്ചാൽ എന്താവും? അടിച്ചോ ഉള്ളുന്ന ബൾബ്. കാരണം ഓവർലോഡിൽ കറണ്ട് പോയാൽ ബൾബ് അടിക്കുന്നു പറഞ്ഞ മാതിരി. ഇപ്പൊ ഒരു ബൾബ് അടിക്കണമെങ്കിൽ കറണ്ട് അങ്ങനെയൊക്കെ പോകാണ്ടിരിക്കാൻ വേണ്ട, കറണ്ട് ഓവറായിട്ട് പോയാൽ വേണ്ട. അങ്ങനെ പറയല്ലേ, ഫീസ് അടിക്കാതെ എന്താ പറയാന്? അപ്പൊ ചില മെഷീന്റെ ഫീസ് അടിച്ചു പോകുന്നുണ്ട്. നിങ്ങൾ മനസ്സിലായിക്കോളി. അപ്പൊ ഇനിയിപ്പോ അധികം നീട്ടാൻ സമയമില്ല. അപ്പൊ ശരിയായ രൂപത്തിൽ ജീവിതത്തോടുള്ള ഒരു ക്രമീകരണം നമ്മൾ പഠിക്കണം. അപ്പൊ ഭക്ഷണത്തിൽ പഴങ്ങൾക്ക് സ്ഥാനം കൊടുക്കുക, ആവശ്യമില്ലാത്ത തിന്നൂലാൻ തീരുമാനിക്കുക, ചൂടുള്ളത് കഴിക്കൂലാൻ തീരുമാനിക്കുക, മിതമായ അളവിൽ ഭക്ഷണം കഴിക്കുക, ഇലക്കറികള്, കുഞ്ഞു മത്സ്യങ്ങള് എന്നിത്യാദി കാര്യങ്ങൾക്ക്, ധാന്യങ്ങള്, അതായത് പയറുകള് പോലത്തെ ധാന്യങ്ങള്, അരിയൊക്കെ ആണെങ്കിൽ തവിട് കളയാത്തത്, മേലെയുള്ള കാവി കളറുള്ള അതിന്റെ നിറം കളയാത്ത അരികൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ മഹല്ലിൽ ആരോഗ്യപരമായ നടപ്പിൽ വരുത്താൻ കഴിഞ്ഞാൽ എന്തുണ്ടാകും? ആരോഗ്യമുള്ള മദീനയിൽ രോഗികളില്ലാത്തൊരു നാടുണ്ടായതുപോലെ. ഇമാം അലി റളിയല്ലാഹു തആല അൻഹു വൈദ്യശാസ്ത്രം പറയുന്ന സ്വഹാബിയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉനൈസ് റളിയല്ലാഹു തആല അൻഹു വൈദ്യശാസ്ത്രം പറയുന്ന സ്വഹാബിയാണ്. റാഫി ഇബ്നു ജുൻദുബ് റളിയല്ലാഹു തആല അൻഹു വൈദ്യശാസ്ത്രം അറിയുന്ന സ്വഹാബിയാണ്. അവർക്ക് ജോലിയില്ലാണ്ടായി, കാര്യം നാട്ടിൽ രോഗികളില്ലാണ്ടായി എന്നതുപോലെ മാരകമായ രോഗത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന ഒരു സമൂഹത്തെ രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഭാഗമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ ഒരു അഭ്യർത്ഥന, ഞാൻ വിഷയം അവിടെ നിർത്തിയിട്ട് പറയാനുള്ളത്, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈദ്യശാസ്ത്രം പഠിക്കണം. അതിന് വയസ്സ് നോക്കണ്ട, പ്രായം കുറെ ആയില്ലേ എന്ന് നോക്കണ്ട. നിങ്ങളുടെ കയ്യിൽ ഒരു മഹല്ലുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ 100-200 വീടുകളുള്ള ഒരു മഹല്ല് നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങൾ അവിടുത്തെ മുദരിസോ ഇമാമോ മുഅദ്ദിനോ സദറോ ആരോ ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ ഒരു പണ്ഡിതനാണെങ്കിൽ നിങ്ങൾ വൈദ്യശാസ്ത്രം കൂടി പഠിക്കണം. എന്തിനു വേണ്ടി? 2 കാര്യത്തിനു വേണ്ടി. അതിലൊന്നെന്താ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തായ ചികിത്സയെ ഹയാത്താക്കിക്കൊണ്ട് ചികിത്സാ രംഗത്തെ ചൂഷണത്തിൽ നിന്ന്, തട്ടിപ്പുകളിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ കാത്തുരക്ഷിക്കാൻ 6 ദിവസമാണ് ജീവനുള്ള ഒരു ശരീരത്തെ മോർച്ചറിയിൽ വെച്ചത്. 6 ദിവസം മരിച്ചു എന്ന് പറഞ്ഞിട്ടേ നിങ്ങൾ മനസ്സിലാക്കണം. മരിച്ച മയ്യത്തിന് ICU-വിൽ കിടത്തിയിട്ടാ പറഞ്ഞത് ഓപ്പറേഷൻ വേണോ. മരിച്ചിക്കണ്. ആക്സിഡന്റിൽ മരിച്ച ചെറുപ്പക്കാരന്റെ മയ്യത്ത് ICU-വിൽ വെച്ചിട്ടാ പറഞ്ഞത് എമർജൻസി ഓപ്പറേഷൻ വേണം, 2 ലക്ഷം രൂപ കെട്ടിവെക്കണം. വയറുവേദന വന്ന് ചികിത്സിക്കാൻ പോയ ചെറുപ്പക്കാരൻ സ്കാനിങ് നടത്തി ഡോക്ടർ പറയണം, എനിക്കൊരു കിഡ്നിയല്ലേ ഉള്ളൂ. നിനക്കൊരു കിഡ്നിയല്ലേ ഉള്ളൂ, ഒരു കിഡ്നി നീ എപ്പോഴാ ഡൊണേറ്റ് ചെയ്ത് സംഭാവന ചെയ്തത്? ഞെട്ടിപ്പോയി. ഓന്റെ ഓർമ്മയിൽ ഓൻ ആർക്കും കിഡ്നി കൊടുത്തിട്ടില്ല. അപ്പൊ മുമ്പൊരിക്കൽ വയറുവേദനക്ക് പോയാലോ ഓപ്പറേഷൻ ചെയ്തിന് അന്നേരം പൊക്കിയതാ. ഞങ്ങളൊക്കെ നാട്ടിൽ മുമ്പ് കിണ്ടി കാക്കലുണ്ട്. കിണ്ടി എന്നാ പറയുന്നത്. കിണ്ടി എന്ന് പറഞ്ഞൊരു പാത്രം. ഇവിടെ എന്താ പറയുന്നില്ല, കിണ്ടി എന്ന് പറയുന്നത് ഇങ്ങനെ ബാലുള്ള ഒരു പാത്രം, മനസ്സിലായില്ലേ? അത് പൊക്കു. നല്ല ചെമ്പിന്റെ പിച്ചളന്റെ എല്ലാം കിണ്ടി. അന്ന് ജീവിക്കാൻ വകയില്ലാത്ത സമയമാണ്. എന്തെങ്കിലും കിട്ടിയത് പുറത്ത് വെച്ച പാത്രം കൊണ്ടുപോയി വിറ്റിട്ടൊക്കെ ജീവിക്കുവേ. അപ്പൊ കിണ്ടി വെക്കുന്ന കള്ളൻ, കിണ്ണം കെട്ട കള്ളൻ എന്നൊരു സിനിമ വരെ ഇറങ്ങിയതിന് മുമ്പ്. ഇപ്പോ കിഡ്നി വെക്കുന്ന കള്ളൻ, ഒച്ചത്ത് പറയേണ്ട, പിടിക്കും. കിഡ്നി വെക്കുന്ന കള്ളൻ, അതിന് സംഭാവന കൊടുക്കുന്ന ആളും